ക്രിക്ക്മെറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ദിവസം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് നടന്ന ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരത്തെ കുറിച്ചാണ്. കാരണം ഇന്നലെ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 19 ഇന്ത്യക്ക് ഇന്ത്യൻ ക്രിക്കറ്റിന് അത്ര നല്ലൊരു ദിവസമായിരുന്നില്ല. കാരണം ഇന്ത്യൻ വനിതാ ടീമിനായാലും ഇന്ത്യൻ മെൻസ് ടീമിനായാലും വളരെ മോശമാണ്. ഇന്ത്യൻ വനിതാ ടീം ഇന്നലെ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെടുകയും ഇന്ത്യൻ പുരുഷ ടീം ഇന്നലെ ഓസ്ട്രേലിയയോട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നലെ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടോസ് നേടി ഓസ്ട്രേലിയ ബോളിംഗ് തിരഞ്ഞെടുക്കുകയാണ്. ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചു. ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. വിചാരിച്ച പോലെ രോഹിത്തിനും കോഹ്ലിക്കും നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇരുവരും അധികം വൈകാതെ തന്നെ ക്രീസ് ചെയ്യുകയാണ് ഉണ്ടായത്. കാരണം രോഹിത് ശർമ്മ ഒരു 8 റൺസ് എടുക്കുമ്പോഴേക്കും ഹേസൽവുഡിൻ്റെ ബോളിൽ ഔട്ടാണ് ഉണ്ടായത്. തുടർന്ന് വിരാട് കോഹ്ലിയും 8 ഓവറിൽ മിച്ച സ്റ്റാർക്കറിന് ആദ്യ പന്തിൽ ഒരു ഓഫ് സൈഡിലേക്ക് ഒരു ക്യാച്ച് നൽകി. നല്ലൊരു ഷോട്ടായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി അതൊരു ക്യാച്ചായി മാറി. വിരാട് കോഹ്ലി വൈകാതെ തന്നെ മടങ്ങി. പിന്നീട് വന്ന ശ്രേയസ് അയ്യറിനായാലും അധികം ഇമ്പാക്റ്റ് ഒന്നും, ഗില്ലിനും അധികം ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ കളി തടസ്സപ്പെടുത്തി. കാരണം ഒരു 3-4 തവണ അങ്ങോട്ട് തടസ്സപ്പെടുത്തി. ആദ്യം ഒരു തവണ തടസ്സപ്പെടുത്തി 49 ഓവറാക്കി ചുരുക്കി മത്സരം. പിന്നെ വീണ്ടും തടസ്സപ്പെടുത്തിയപ്പോൾ 35 ഓവറാക്കി വീണ്ടും ചുരുക്കി. അത് കഴിഞ്ഞ് ഒരു 20 ഓവറിൽ കളി വീണ്ടും പുനരാരംഭിക്കുകയാണ് ഉണ്ടായത്. 2 സൈഡിന് 26 ഓവർ. അപ്പോൾ ഇന്ത്യ പിന്നീട് KL രാഹുലിൻ്റെയും അക്സർ പട്ടേലിൻ്റെയും മികച്ച ബാറ്റിങ്ങിലൂടെയാണ് ഒരു അത്യാവശ്യം പൊരുതാവുന്ന ഒരു സ്കോറിലേക്ക് എത്തി. 136 റൺസ് എന്ന ഒരു സ്കോറിലേക്ക് ഇന്ത്യ എത്തുകയും ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം ഓസ്ട്രേലിയക്ക് ഒരു 131 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ വെച്ചു. പക്ഷേ അതൊന്നും അത്ര അതായത് സിമ്പിളായി ഓസ്ട്രേലിയക്ക് എടുക്കാവുന്ന ഒരു സ്കോർ തന്നെയാണ്. പിന്നെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ തന്നെ ആ ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒന്നാമത് ഓസ്ട്രേലിയയിലാണ് കളി പടത്തിലാണ്. അപ്പോൾ ആദ്യ പകുതി, അതായത് ഇന്ത്യയുടെ ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനമായതായിരുന്നു. മിച്ചൽ മാർഷും ട്രാവിസ് ഹെഡുമാണ് ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. ഹെഡ് 2ാമത്തെ ഓവറിൽ അക്ഷദ്വീപിൻ്റെ ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടായെങ്കിലും പിന്നീട് വന്ന ഷോട്ടിനധികം നല്ലൊരു ഇന്നിങ്സ് കളിക്കാൻ പറ്റില്ല. പിന്നെ വന്ന ജോൺ ഫിലിപ്പും മാർഷും കൂടി നല്ലൊരു ഇന്നിങ്സ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. ഇരുവരും നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. തുടർന്ന് വന്ന മാറ്റ് റൺഷോയും ചേർന്ന് ഓസ്ട്രേലിയയെ വിജയത്തിലെത്തിക്കുകയാണ്. മിച്ചൽ മാർഷ് 46 റൺസ് നേടി നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചത്. സിറാജിൻ്റെ ഒരു അവസാനം ഒരു ബൗണ്ടറി സേവിങ് നല്ല ഒരു അറ്റംപ്റ്റ്, അത് നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി. കൂടുതൽ മാച്ച് വിശേഷങ്ങൾ അറിയണമെങ്കിൽ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും. ബൈ.